ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽ തുമ്പി ക്യാമ്പിന് തുടക്കമായി. വിവിധ വിഭാഗങ്ങളിലായി 150ലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. വിദ്യാഭ്യാസ പ്രവർത്തകനായ സുനിൽ കുന്നിരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ സന്തോഷ് കുമാർ, റിയാസ്, പത്മനാഭൻ തലോറ, വിജയൻ KV തുടങ്ങിയവർ സംസാരിച്ചു. ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കുട്ടികൾക്കായി കഴിഞ്ഞ 21 വർഷമായി നടത്തിവരുന്ന വേനൽ തുമ്പി ക്യാമ്പിന് ദാർസറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ തുടക്കമായി. ജൂലൈ 14 ആരംഭിച്ച ക്യാമ്പ് വിദ്യാഭ്യാസ പ്രവർത്തകനും ക്യാമ്പ് ഡയറക്ടറും കൂടിയായ സുനിൽ കുന്നുരു ഉദ്ഘാടനം ചെയ്തു. കൺവീനർ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബാലവിഭാഗം ജോയിന്റ് സെക്രട്ടറി റിയാസ് സ്വാഗതം പറഞ്ഞു. ജൂലൈ 21 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. 150ലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികളുടെ സർഗവാസനകൾ കണ്ടറിഞ്ഞ് അവയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലും സാമൂഹ്യ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ശീലങ്ങളും മൂല്യങ്ങളും സമീപനങ്ങളും സംബന്ധിച്ച ധാരണകൾ കുട്ടികളിൽ എത്തിക്കുക. വായന, എഴുത്ത്, ചിത്രം, നാടകം, സംഗീതം, സിനിമ തുടങ്ങിയ സർഗാത്മക സാധ്യതകളെ ജീവിത നൈപുണ്യ വികാസത്തിനായി പ്രയോജനപ്പെടുത്താനായി കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വിനോദവിജ്ഞാനപ്രദമായാണ് ക്യാമ്പിന്റെ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ക്യാമ്പ് ഡയറക്ടർ അറിയിച്ചു. 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു വരുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രകടമായ മാറ്റം ഓരോരുത്തർക്കും മനസ്സിലാക്കാനാവും എന്നും ക്യാമ്പ് ഡയറക്ടർ പറഞ്ഞു. പരിപാടിയിൽ മസ്കറ്റിലെ നാടക പ്രവർത്തകനായ പത്മനാഭൻ തലോറ, കേരള വിഭാഗം ജോയിന്റ് കൺവീനർ വിജയൻ KV, ട്രഷറർ അംബുജാക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള വിഭാഗം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സന്തോഷ് എരിഞ്ഞേരി നന്ദി പറഞ്ഞു. 4 ദിവസങ്ങളിലും വൈകിട്ട് 5 മണി വരെയായിരിക്കും ക്യാമ്പ് നടക്കുക. ക്യാമ്പിന്റെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. യോഗനാഥം ന്യൂസ്, ഒമാൻ.